Dear friends, നമുക്കിന്ന് പുതിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ബെനിം വൈറ്റ് ബോർഡ് ക്രിയേറ്റർ. അതായത് നമുക്ക് വൈറ്റ് ബോർഡിൽ കൈകൊണ്ട് എഴുതുന്നത് പോലെയുള്ള അനിമേഷൻസ് നിർമ്മിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബെനിം വൈറ്റ് ബോർഡ് ക്രിയേറ്റർ. ഇത് ലഭിക്കാനായി നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി അവിടുന്ന് ബെനിം വൈറ്റ് ബോർഡ് അനിമേഷൻ ക്രിയേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഓപ്പൺ കാണാം. അവിടുന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുക, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വന്നാൽ നമുക്ക് ഇതുപോലെ ഒരു പ്ലസ് ബട്ടൺ താഴെ കാണാം. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ മൂവിയുടെ പേര് കൊടുക്കാൻ, ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി വരും. ഇവിടെ നമുക്ക് ടൈറ്റിൽ നൽകാം, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അനിമേഷൻ മൂവിയുടെ. ഓക്കെ, അപ്പോൾ താഴത്തെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഈ ഒരു ഏരിയയിൽ ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ സൈസ് നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. താഴെ നിന്ന് ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കളർ മാറ്റി കൊടുക്കാം. ടെക്സ്റ്റ് കളർ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ഡ്രാഗ് ചെയ്ത് ഞാൻ മുകളിൽ വെക്കുന്നുണ്ട്. 2-3 ടോപ്പിക്കുകൾ എനിക്ക് അതിൻ്റെ താഴെ എഴുതാനായിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാൻ ടെക്സ്റ്റ് ടൂള് ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഇൻസേർട്ട് എന്ന് കാണുന്ന ഇവിടെ നമ്മൾ ഇൻസേർട്ട് കൊടുക്കുക. സർവീസസ് ഓൺ ഇൻ്റർനെറ്റ്, അതിനകത്ത് 4 സർവീസസിൻ്റെ പേരുകളാണ് ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് സെർച്ച് എൻജിൻസ്. സെർച്ച് എൻജിൻ എന്ന് ടൈപ്പ് ചെയ്യുന്നതാണ്. സോഷ്യൽ മീഡിയ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഇൻസേർട്ട് കൊടുക്കാം. ഇൻസേർട്ട്. ഓക്കെ, അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. നമുക്കത് ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവരാം. നമുക്കിവിടെ താഴെ കുറേ ഐക്കൺസ് കാണാം. അതിനകത്ത് കൈയുടെ ചിഹ്നം ഹാൻഡ് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഹാൻഡ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു കൈ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് പ്ലേ ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ലഭിക്കും. ഇതുപോലെ അനിമേറ്റഡ് ആയിട്ട് നമുക്ക് എഴുതുന്ന രൂപത്തിൽ ലഭിക്കും. നമുക്ക് വേണമെങ്കിൽ ക്ലിപ്പ് ആർട്ട് ആഡ് ചെയ്യാൻ, ഡ്രോയിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറേ ഡ്രോയിങ്സ് ഇവിടെ അവൈലബിൾ ആണ് ഡീഫോൾട്ടായിട്ട്. നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. ഒരു സ്മൈലി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. താഴെ നമുക്ക് ഡ്യൂറേഷനൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം, കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിചയപ്പെട്ടു. നമുക്ക് മ്യൂസിക് നോക്കാം. മ്യൂസിക് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മ്യൂസിക് കിട്ടും. അതിൻ്റെ ഏറ്റവും താഴെ നമുക്ക് ഫയൽസ് കാണാം. ഫയൽസ് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നമുക്ക് ഡ്രൈവ് അല്ലെങ്കിൽ ഗാലറി എവിടെ നിന്നാണ് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്തു, പ്ലേ ചെയ്ത് നോക്കുകയാണ്. അതിൻ്റെ സൈഡിൽ 3 ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് പ്രൊവിഷൻ അവിടെ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. BG ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിക്കർ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള സ്മൈലി ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി കഴിയുക. അപ്പോൾ മുകളിലത്തെ എല്ലാ ബട്ടൺസും നമ്മൾ പരിചയപ്പെട്ടു. ഇനി 3 ബട്ടണിനകത്ത് ഇത്രയുമാണുള്ളത്. പ്ലേ, അതുപോലെ ആഡ് ഓഡിയോ, റീഓർഡർ എലമെന്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചെയ്ത് പരിശോധിക്കാം. നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ക്ലിപ്പ് ആഡ് ചെയ്യാം. റൈറ്റ് സൈഡിൽ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്ത ഒരു ക്ലിപ്പ് നമുക്ക് ഈ നമ്മുടെ മൂവിയുടെ കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. സോ ഞാനവിടെ പുതിയൊരു ക്ലിപ്പ് ക്രിയേറ്റ് ചെയ്തു. താങ്ക് യു എന്ന് അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോണ്ട് കളറൊക്കെ മാറ്റി.
ഓക്കെ, ടിക്ക് കൊടുത്താൽ അപ്പോൾ ഓക്കെ ആവും. ഓക്കെ, പ്രൊജക്റ്റ് വേണം നമുക്ക് മുകളിൽ പോയിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ടിക്ക് കൊടുത്തു. ക്ലിപ്പുകളാണ് നമുക്കുള്ളത്. ഞാനിവിടെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാം. നേരത്തെ ഞാൻ വോയിസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേൾക്കാൻ സാധിക്കാതിരുന്നത്. സോ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് അനിമേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. സോ നമുക്ക് മൂവിയുടെ നെയിം കൊടുക്കാം. ഇൻ്റർനെറ്റ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഷെയർ കൊടുക്കുമ്പോൾ നമുക്കവിടെ റെൻഡറിങ് മൂവി എന്നുള്ള ഒരു പ്രോസസ്സ് കാണാം. റെൻഡറിങ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത് പ്ലേ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ പ്ലേ ചെയ്ത് നോക്കുകയാണ്. പ്ലസ് നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് പ്ലെയർ ഓപ്പൺ ചെയ്ത് നമുക്ക് പ്ലേ ചെയ്ത് കൊടുക്കാം. അതുപോലെ പ്ലേ ചെയ്ത് ടെസ്റ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇതുപോലെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള അനിമേറ്റഡ് ടെക്സ്റ്റുകൾ പെട്ടെന്ന് നിർമ്മിക്കാൻ കഴിയും. നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഷെയർ മൂവി ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ടെലഗ്രാം വഴിയോ നമുക്ക് ഷെയർ മൂവി ചെയ്യാൻ വേണ്ടി കഴിയും. എല്ലാവർക്കും താങ്ക് യു.